ഹരി ഓം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസം 8-ാം തീയതിയാണ്. രാമായണ പാരായണം ആരംഭിക്കുകയാണ്. എല്ലാവരും കേൾക്കണം, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഓം നമോ നാരായണായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പദ്മാസീനം സമന്താസ്തുതമരഗണേർവ്യാഘ്രകൃത്യം വസാനാം വിശ്വന്ധ്യം വിശ്വവന്ദ്യം നിഖിലഭയകരം പഞ്ചവക്ത്രം ത്രിനേത്രം കൈലാസാന്ദ്രീനിഭം ശശാങ്കകലയാ സ്ഫുർജടാമണ്ഡലം നാസാനേകനത്പരം തൃണേനാം വീരാസനാഥായസിതം മുദ്രാടങ്കകരംഗഭാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാഗത്തഭുജംഗമുനിവൃതം വന്ദേ മഹേശം. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാന നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢ സീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഭേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനെ ആജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞാവൽക്കലം ലക്ഷ്മണൻ താനും കൊടുത്തത് നേരം. ലക്ഷ്മീ ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി ദക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. അങ്ങനെ ഞാനിതു ഉടുക്കുന്നതിന്നുള്ള ചിന്തയാ. മംഗലദേവതാവല്ലഭൻ രാഘവനിങ്കിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാമൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു. സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നത് കണ്ടോരു രാജതാരങ്ങളും വന്യരായുള്ള ജനങ്ങളുമൊക്കെ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീടും വസിഷ്ഠ മഹാമുനി കോപേന ഭത്സിച്ചു കൈകേയി തന്നോട് താവേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസി. കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിനു പോകണമെന്നല്ലോ. താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയത്
സർവാഭരണ വിഭൂഷിതഗാത്രിയായ ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേ വരൂ. ഇതം വസിഷ്ഠോക്തി കേട്ടത് ശരതന്നത്വാ സുമന്ത്രരോടേവമരുൾ ചെയ്തു രാജയോഗ്യം. രഥമാശു വരുത്തുക. രാജീവനേത്രപ്രയാണായ സത്വരം ഇതമുക്ത രാമവക്രാംബുജം പാർത്തു. പുത്ര ഹാ രാമ സൗമിത്രേ ജനക ജയ രാമ രാമ ത്രിലോകാഭിരാമാംഗ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണ് ദശരഥനുക്കാൽ വഴിഞ്ഞു കരയുന്നത് നേരം തേരും ഒരുമിച്ച് നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോടുര ചെയ്തു. തേരിൽ കരയറുക സീതേ വിരവിൽ നീ നേരമിനിക്കളഞ്ഞീടരുതേതുമേ സുന്ദരി. വന്ദിച്ചു തേരിൽ കരയേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ വാണജാവാസി തൂണീരാദികൾ എല്ലാം കൈക്കൊണ്ട് വന്ദിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനെ പോൾ. സുമന്ത്രരുമാകുലാ ദുഃഖേന തേർതെളിച്ചിടിനാൻ. ഭൂപനും നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും. ഗച്ഛേതി വേഗാനരുൾ ചെയ്തിതു. നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവിൽ മോഹിച്ചു വീണിതേ ഭൂതലി. സ്ത്രീ ബാലവൃദ്ധാവധി പുരാവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട പ്രഭു രാമാദയാനിധി. ദൃഷ്ടിക്ക് അമൃതമായ ഓരോ തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പുറക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ. ഇതരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം വിലപിച്ചത് ചൊന്നാൻ പരിചക്രന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഈ ഭൂമിയിൽ വാഴുന്നതിൽ എന്നു നിർണയം എന്നതു കേട്ടോരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്ത് കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ. അന്നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണതു. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നനായി മേവുന്ന കൗസല്യതന്നോട്. ശ്രീരാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ച് വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായ ഒരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിയിടിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്ന് സുമന്ത്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ കൊണ്ടുപോയി കൂടാകിൽ. കാനനവാസം നമുക്കുമന്നേവരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദച്ചാലയിക്കുകയുമില്ലവർ കാര്യത്തിനു വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ. ഇനി ഉണരും മുൻപേ പോകനാമിപ്പോഴെ കൂട്ടുകതേരെന്നു രാഘവൻ വാക്കുകൾ കേട്ട് സുമന്ത്രരും വേഗേന ഒരുമിച്ച് തന്നീരം. രാഘവന്മാരും ജനകതനൂജയും തേരിലേറിയിടിനാരേതും അറിഞ്ഞില്ല.
പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ തെറ്റുന്നു തെക്കോട്ട് തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരാവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാൻ. സീതാസമേതനാം രാമനെ സന്തരം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാനേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്ത് സഹാനുജം ശൃംഗിവേരാവിദൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനുജയും ശിംശപാമൂലേ സുഖേന വാണിയിടിനാൻ. രാമാഗമന മഹോത്സവം ഇത്രയും ആമോദം ഉൾക്കൊണ്ട് കേട്ട് ഗുഹന്തത സ്വാമിയായ ഇഷ്ടവയസ്സനായുള്ള ഒരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വമനസ്സോട് ഭക്തൈവസ്തുരം പക്വഫലം അത് പുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്ന് രാമാഗ്രേ വിനീക്ഷിപ്യ ഭക്തൈവദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണയശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം വന്ദേതരം കുശലപ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനൻ താൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേ അടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യമിതുമൊരു ഭൂഷണഹീനമധീനമല്ലോ. തവ കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിയിടണം. അന്തപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ. സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നു മഞ്ഞീ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതോ ഭവാൻ മത്സഖിയല്ലോ പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കുണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശുനി. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലർന്നു. രഘുത്തമൻ ശുദ്ധ വടക്ഷീരഭൂമികളെ കൊണ്ട് ബദ്ധമായൊരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരമാശ്രിതമായ തൽപ്പസ്ഥലേ പാനീയമാദ്രമശിച്ചു വൈദേഹിയും താനുമായി വള്ളിക്കുറപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനീ പര്യങ്കേധാപുരവാസവും ചെയ്തുറങ്ങുന്നത് പോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ടതി ദുഃഖം കലർന്നു. ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖി. പർണതൽപേ ഭുവിദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായതു.
സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറപ്പ് കൊള്ളും മിന്നിഹ പല്ലവ പര്യങ്കസീം നീ വനാന്തരേ ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിത് കൈകേയി മന്ധരാജിത്തമാസ്തയാ കൈകേയിതാൻ ഹന്തമഹാപാപമാചരിച്ചാളല്ലോ ശ്രുത്വാഗുഹോത്തികളിത്തമാഹന്ത സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ ഭദ്രമതേ ശൃണുമന്ദജ്മദക്ഷനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം കസ്യ ദുഃഖസ്യ ഗോ ഹേതു ജഗത്രേ കസ്യ സുഖസ്യ വാ ഗോ വിഹേതുസ്സഖേ പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരും ഉൾക്കാമ്പിലോർത്ത് കണ്ടാലില്ല നിർണയം ഏകന്മമ സുഖദാതാ ജഗതി മറ്റേകന്മമ ദുഃഖദാതാ വിധി വൃഥ തോന്നുന്നതജ്ഞാന ബുദ്ധി കേൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കേതുമേ ഞാനിതിനിന്നു കർത്താവെന്ന് തോന്നുന്നു മാനസതാരിൽ വ്യഥാഭിമാനേന കേൾ ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ ഭോഗങ്ങൾ നിജ കർമാനുസാരികൾ മിത്രാര്യദാസീന ഭാന്തവദ്വൾ ദ്വേഷമധ്യസ്ഥ സുഹൃജന ഹേതബുദ്ധി ഭ്രമം ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ അത്ര വിഭാവ്യതേ തത്ര യഥാതഥാ ദുഃഖം സുഖം നിജകർമ്മവശകതമൊക്കെ എന്ന് ഉൾക്കാമ്പുകൊണ്ടു നിനച്ചതിൽ യദ്യത്യതാഗതം തത്ര കാലാന്തരേ തത് ഭുജിച്ച അതിസ്വസ്ഥനായി വാഴണം ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദാദി ഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭകർമ്മഫലോദേ മർത്തൃദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധിഭീതം സഖേ സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല ദുഃഖാനന്തരം സുഖം നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കലിത്രയുമല്ലടൂ ദുഃഖമധ്യേ സുഖമായി വരും പിന്നെ ദുഃഖം സുഖ മധ്യസംസ്ഥയായും വരും രണ്ടും അന്യോന്യ സംയുക്തമായവനുമുണ്ട് ജലഭംഗമെന്ന പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ വരുന്നു ധനം ദുഷ്ടമെല്ലാം മഹാമായേ ഭാവനാൽ ഇതം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരോഹിത്യാം സൗമിത്രിണാം ജനകാത്മജയാ സമം തോണി തുഴയുന്ന തോണിയൻ തന്നെ മാനവവീരാ മമ പ്രാണവല്ലഭ ശിങ്കിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ച് കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിനാൻ ആയുധമെല്ലാം എടുത്ത് സൗമിത്രിയുമായുധമായ ഒരു തോണി കരേറിനാൻ ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിതോ തോണിയും മംഗലവാങ്യാം ജാനകീദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ
ഗംഗേ ഭഗവതി ദേവിയേ നമോസ്തുതേ. സംഗേന ശംഭുതന്മൗലിയിൽ വാഴുന്ന സുന്ദരീ ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങി വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്ത് കൂടാതെ. ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ചു ബന്ധിച്ചിരിക്കവേ സത്വരം വാരാകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്ന് താഴ്ത്തിറങ്ങി ഗുഹൻ താണ് തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനായി അടിയനും ഒരാടൽ കൂടാതെ അനുവദിച്ചു നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിലേലായണാംഗബിംബാനനാജഗതീപതി. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനെ അമരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവിൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ. സത്യവിരോധം പരാരാമഭാഷിതം ഇത്തരം ഓരോരോ വിധമരുളി ചെയ്തു. ചിത്തമോദേന ഗാഠാശ്ലേഷവും ചെയ്തു ഭക്തനെ പോകുന്നയച്ചു. രഘുത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ. വൈദേഹി തന്നോടുകൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്ന് സാദരം ഭുക്ത സുഖേന വസിച്ചിത് പാദമൂലെ ദളാണ്ഡ്യതൽപസ്ഥലേ. മാർത്താണ്ഡ ദേവനുദിച്ചോരനന്തരം പാർത്ഥിവനർഘ്യാതിഥ്യകർമ്മം ചെയ്തു. ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താദരാൽ ചിത്തമോദത്തോടിരുന്നു ഒരു നേരത്തു. തത്ര കാണായതൊരു വടു തന്നെ. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിയിടണം. രാമൻ ദശരഥനന്ദനുണ്ട് ഞാൻ താൻ ഭാമിനിയോട് വനജനോടും വന്ന് വാർത്തിരിക്കുന്ന ജുഡജാന്തികേ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കുന്നപ്പോൾ താപസ ശ്രേഷ്ഠനോട് ബ്രഹ്മചാരി എന്നാ ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോ വാന്തേ ദശരഥപുത്രനുണ്ടാശ്രിത വത്സല പാർത്തിരുന്നിടുന്നു. ശ്രുത്വാ ഭരദ്വാജനിധം സമുദായ ഹസ്തേ സമാദായ സാർഭ്യവാദ്യാദി ഗത്വാ രഘുത്തമ സന്നിധൗ സത്വരം ഭക്തൈവ പൂജയിത്വാ സകലക്ഷണം ദൃഷ്ട്വാ രമാവരം രാമം ദയാവരം ദുഷ്ട്വാ പരമാനന്ദാബ്ദോ മുഴുകിനാൻ. ദാശരഥിയും ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചനപൂർവം മുനിപുങ്കവനാശയാനന്ദമേ എന്നരുളി ചെയ്തു. പാദരജസ പവിത്രയാക്കിയിടു നീ വേദാത്മകാമമ വർണ്ണശാലാശാലാമിമ യുദ്ധമുക്തോടജമാന്യാ സീതയാ സത്യസ്വരൂപം സഹാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുൾ ചെയ്തു. നിന്നോട് സംഘമുണ്ടാക കാരണം ഇന്ന് വന്നു തപസാഫല്യമൊക്കവേ യാതം മയാതവോദത്തം രഘുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാൻ അറിഞ്ഞേൻ പരമാത്മാ ഭവാൻ കാര്യമാനുഷനായതുമായ ഭൂതലെ ബ്രഹ്മണാ പണ്ടു സംപ്രാർത്ഥിതനാകിയാൽ ജന്മമുണ്ടായതു ആദന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും
ഞാൻ അറിഞ്ഞിടിനെ നിന്നതിനോടോ ജ്ഞാനദൃഷ്ട്യാതവ ധ്യാനൈകജാതിയാചാരമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു. സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം താപസശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളോര് ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ. ഇതമന്യോന്യമാഭാഷണവും ചെയ്തു. തത്ര കഴിഞ്ഞിതു രാത്രി മുനിയുമായി ഉദ്ധാനവും ചെയ്തു. ഷസിമുനി വരപുത്രരായുള്ള കുമാരകന്മാരെയുമായി ഉത്തമമായ കാളിന്ദീ നദിയെയും ഉദ്ദിര്യാതാപസാദിഷ്ടമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു. വിജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാ മുനികുലസങ്കുലം കേവലം നാനാ മൃഗാതിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിക്രകുസുമഫലദലസംയുതം തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം ഗന്ധർപ്പസുന്ദരമിന്ദീവരേക്ഷണ ഇന്ദ്രാദിവൃന്ദാരവൈരഭിവന്ദിതം വാണുതോണീരധനുർധരം വിഷ്ടപത്രാണ നിപുണം ജടാമകുടോജ്ജലം ജാനകീ ലക്ഷ്മണോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തഥ സന്തോഷ ബാഷ്പകുലാക്ഷനായ രാഘവൻ തിരുമേനി ഗാഠം പുണർനീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹാർണ്യ പീയൂഷസാഗരം മനുഷ്യ പൂജയിത്വാ ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജീന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനു സാദരം പക്വമധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്ത്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തു. താതാജ്ഞയാ വന്നിതു പുറപ്പെട്ടു. ഹേതോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാം ഭവാനതറിയാമല്ലോ. യാതൊരിടത്തും സുഖേന വസിക്കാവൂ സീതയോടുകൂടെ എന്നരുൾ ചെയ്യണം. ഇത്തിക്കലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തേ പെരുകയുണ്ടാശ മഹാമുനി. ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തീവണ്ണവരുൾ ചെയ്തു. സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു, സർവലോകേഷു നീയും വസിക്കുന്നു. ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകിയാൽ എന്ത് ചൊല്ലാവതും. സീതാസഹിതനായി വാഴുവാൻ എന്നൊരു ദേശം വിശേഷിച്ച് ചോദിക്ക. കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ. സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായ നിന്നെ ഭജിച്ചവർ നമ്മുടെ സ്വാന്തം നിനക്കു സുഖവാസ മന്ദിരം. നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാനുത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായ നിസ്പൃഹരായി നിരീഹരായി തന്മന്ത്ര ജപകരായുള്ള മാനുഷർ തന്മന പങ്കജം ദീ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി
ലോശ്രാശ്വകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം സന്നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തീ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടതരാപ്തിക്കനുപതാപവുമില്ല സർവവും മായേതി നിശ്ചിന്യ വാഴുന്ന ദിവ്യ മനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെ പൂവിലോ ദേഹത്തിനേയുള്ളൂ ക്ഷുദ്രഭവ സുഖ ദുഃഖാദി സർവവും ചിതേ വിചാരിക്കൽ ആത്മാവനില്ലേതും യുദ്ധമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം പരം ചിദഗ്നം വേദസ്വരൂപനന്ദമേകം സദാ വേദാന്തവേദമാദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയത്വം സമസ്താധാരം സർവഗതം പരമാത്മാനമലൈവകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാമാത്മനാ കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസംശയം വസിച്ചീടുക ശ്രീപതി സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാ സന്തതം തുൽപാദ സേവാരതാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിയ ചിന്താമണി ദയാവാരിധി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവ കരോമേതിൽ സകലം പരസ്മൈ നാരായണായി സമർപ്പയാമി സർവം നാരായണായി സമർപ്പയാമി ഹരി ഓം.